ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബേക്ക് സ്റ്റുഡിയോ. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് വളരെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പിട്ട് ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക്ക് സ്റ്റുഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് കണ്ടൻസ് എത്ര വേഗം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആ ഒരു ബെൽ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വിവാദങ്ങൾ ഒഴിയാതെ തുടരുകയാണ് മുംബൈ ഇന്ത്യൻസ്. IPL താരലേലത്തിന് ഡിസംബർ 19 ദുബായിയുടെ മണ്ണിൽ നടക്കുന്ന താരലേലത്തിന് ഇനി വെറും 2 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വിവാദങ്ങളുടെ പടുകുഴിയിൽ ഓരോ ചുവടും അടിപതറിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്വന്തം പോരാളികൾ. നമുക്കറിയാം, രോഹിത് ശർമ്മയെ മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തപ്പോൾ മുതൽ തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ അകത്തും പുറത്തും ആരാധകർക്കിടയിലും കളിക്കാർക്കിടയിലും ഒരു പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി ചൊല്ലി നേരത്തെ തന്നെ വീഡിയോ ചെയ്തിരുന്നു. സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ അടക്കമുള്ള സീനിയർ താരങ്ങൾ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി ചൊല്ലി വിവാദങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. അതോടൊപ്പം തന്നെയാണ് ആരാധകരുടെ കാര്യം. മുംബൈയുടെ സ്വന്തം ദൈവത്തിൻ്റെ പോരാളികൾ എന്ന് വിളിപ്പുള്ള മുംബൈ ഇന്ത്യൻസിൻ്റെ സ്വന്തം ആരാധകർ പോലും പലയിടങ്ങളിലും മുംബൈയുടെ ആ ഒരു കൊടികൾ മുംബൈയുടെ ആ ഒരു ബാനറുകൾ കത്തിക്കുകയും ഒപ്പം ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം നമുക്കറിയാം, ഇൻസ്റ്റാഗ്രാമിൽ 13 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യയുടെ ഒഫീഷ്യൽ ക്യാപ്റ്റൻസി അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസ് പുറത്ത് വിടുന്നത് വരെ 13 മില്യൺ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന മുംബൈ ഇന്ത്യൻസ് ആ ഒരു ക്യാപ്റ്റൻസി പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുവരെയുള്ള നിമിഷം വരെ ഏതാണ്ട് 1 കോടി അല്ലെങ്കിൽ 1 ലക്ഷത്തിൽ പരം ആൾക്കാരാണ് ഇൻസ്റ്റാഗ്രാമിൽ മുംബൈ ഇന്ത്യൻസിൽ അൺഫോളോ ചെയ്ത് പോയിരിക്കുന്നത്. സോ രോഹിത് ശർമ്മ തരംഗമാണ് നിലവിൽ മുംബൈ ഇന്ത്യൻസിൽ വിളയാടിക്കൊണ്ടിരിക്കുന്നത്. മുംബൈയുടെ പതനത്തിന് ആക്കം കൂട്ടിയിരിക്കുകയാണ് രോഹിത് ശർമ്മ. ആ ഒരു രോഹിത് എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും മുംബൈയെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റൻസി മാറ്റിയത് ഏറ്റവും വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. സ്വന്തം ആരാധകർ പോലും ആ ഒരു ക്ലബിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിനിടയിലാണ് മുംബൈ ഇന്ത്യൻസിൽ നിന്നും രോഹിത് ശർമ്മയെ ട്രേഡ് ചെയ്ത് വാങ്ങാൻ വേണ്ടി പല വമ്പൻ ക്ലബ്ബുകളും സന്നദ്ധത അറിയിച്ചിരുന്നു. ഒടുവിൽ ഡൽഹി ക്യാപിറ്റൽസ്, ഋഷഭ് പന്തിൻ്റെ ക്യാപ്റ്റൻസിലുള്ള ഡൽഹി ക്യാപിറ്റൽസ് ഉൾപ്പെടെ രോഹിത് ശർമ്മയെ ട്രേഡ് ചെയ്യാൻ മുംബൈയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ചത്താലും വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് മുംബൈ മാനേജ്മെൻറ്റ്. രോഹിത് ശർമ്മയെ ട്രേഡ് ചെയ്യാൻ മുംബൈ ഇന്ത്യൻസ് ഒരുക്കമല്ല എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ. നമുക്കറിയാം, ചെന്നൈ സൂപ്പർ കിങ്സ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, ഒടുവിൽ ഇന്നലെ ഡൽഹി ക്യാപിറ്റൽസ് തുടങ്ങിയ വമ്പന്മാരെല്ലാം രോഹിത്തിനെ ട്രേഡ് ചെയ്യാൻ ആവശ്യപ്പെട്ട് മുംബൈയോട് രംഗത്ത് വന്നിരുന്നു. എന്നാൽ മുംബൈ ഇന്ത്യൻസ് ഇതിനെല്ലാം മുഖം തിരിച്ച് നിൽക്കുകയാണ്. അപ്പോഴായിരുന്നു IPLൻ്റെ ട്രേഡ് വിൻഡോ വീണ്ടും 2.0 തിരികെ വരികയാണ്. ഡിസംബർ 19 താരലേലത്തിന് ശേഷം, അതായത് ഡിസംബർ 20 ഈ വരുന്ന ബുധനാഴ്ച മുതൽ IPL ട്രേഡ് വിൻഡോ രണ്ടാമത് വീണ്ടും വരികയാണ്. സോ അതിനാൽ തന്നെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നില്ല രോഹിത് ശർമ്മയുടെ ട്രേഡിൻ്റെ കാര്യത്തിൽ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് അടക്കമുള്ള ടീമുകൾ രോഹിത്തിനെ തേടി വന്നത്. ഒടുവിലെത്തിയത് ഡൽഹി ക്യാപിറ്റൽസ് ആയിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഓഫറാണ് ഇപ്പോൾ കൂടുതലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഋഷഭ് പന്താണ് നിലവിൽ ഡൽഹിയുടെ ക്യാപ്റ്റൻ. എന്നാൽ DC മുംബൈ ഇന്ത്യൻസിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് രോഹിത് ശർമ്മയെ ട്രേഡ് ചെയ്ത് വാങ്ങിക്കൊണ്ട് പകരം DC ക്യാപ്റ്റൻസ് ഋഷഭ് പന്തിൽ നിന്നും രോഹിത്തിന് നൽകുമെന്നാണ് DCയുടെ ഒരു ഓഫർ. പക്ഷേ മുംബൈ ഇന്ത്യൻസിൻ്റെ മാനേജ്മെൻറ്റ് ഒരു കുലുക്കം തട്ടാതെ മുഖം തിരിഞ്ഞിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. വമ്പൻ ഓഫറുകൾ താരത്തെ സ്വന്തമാക്കാൻ പല വമ്പന്മാരും ശ്രമിക്കുമ്പോഴും ആ ഒരു താരത്തിൻ്റെ കരിയറിൻ്റെ അവസാന അന്ത്യത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല മുംബൈ ഇന്ത്യൻസ്. ക്യാപ്റ്റൻസി പോയതോ പോട്ടെ, എന്നാൽ മറ്റൊരു ക്ലബിലേക്ക് ആ ഒരു താരത്തെ വിട്ടു നൽകാനും മുംബൈ ഇന്ത്യൻസ് ശ്രമിക്കുന്നില്ല എന്നാണ് ഏറ്റവും വലിയ ശ്രദ്ധേയം. IPLൻ്റെ വീണ്ടും ട്രേഡ് ഇവൻ്റ് ഓപ്പണായി വരുന്ന ഡിസംബർ 20 മുതൽ രോഹിത്തിൻ്റെ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസിൽ നിന്നും. അദ്ദേഹത്തിൻ്റെ സ്വന്തം കൂട്ടുകാരനായ വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലേക്കോ അതോ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കോ താരം പോകുന്നതും കാത്ത്. എന്നാലും വിവാദങ്ങൾ വിട്ടുമാറാതെ തന്നെയാണ് മുംബൈയുടെ ക്യാമ്പ് തുടരുന്നത്. നമുക്കറിയാം, ഡിസംബർ 19 താരലേലം നടക്കാനിരിക്കെ ശരിക്കും ഒരു സമാധാനം കെട്ട അവസ്ഥയിൽ തന്നെയായിരിക്കും മുംബൈ മാനേജ്മെൻറ്റ്. 5 തവണ കിരീടങ്ങൾ നേടിയ ദൈവത്തിൻ്റെ സ്വന്തം പോരാളികൾ ഇത്തവണ ആ ഒരു ദൈവഭാഗ്യം തുണയ്ക്കുമോ എന്ന് കാത്തിരുന്നതിനെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.